ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകളാണ് കവർ ചെയ്യുന്നത്. അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൻ്റെ മന്ത്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും 2020 സെപ്റ്റംബർ മാസം മുതൽ 2021 മാർച്ച് മാസം വരെ റിലയൻസ് എന്ന സ്റ്റോക്കിൽ ടൈറ്റ് റേഞ്ച് ബൗണ്ട് കൺസോളിഡേഷൻ ആയിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആകും. അതായത് ഏകദേശം 2250 രൂപ എന്ന് പറയുന്ന അപ്പർ റെസിസ്റ്റൻസും 1900 അല്ലെങ്കിൽ 1850 രൂപ എന്ന് പറയുന്ന ലോവർ സപ്പോർട്ടുമാണ് നമ്മൾക്ക് റിലയൻസ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കൂടാതെ റിലയൻസ് എന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ, അതായത് ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് സെൻസെക്സ് കഴിഞ്ഞ 4 മാസം 4.77% അപ്പ് ഗെയിനും അതുപോലെ തന്നെ സെക്ടറിൽ 3.54% പോസിറ്റീവ് റിട്ടേണും ഉണ്ടായപ്പോൾ റിലയൻസ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്കൊരു ഫ്ലാറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ 1.87% പോസിറ്റീവ് ഗെയിൻ ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ റിലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് അപ്ഡേറ്റും അതുകൂടാതെ റിലയൻസിന് ബ്രോക്കേജിംഗ് ഏജൻസികൾ നൽകിയ ടാർഗറ്റും റേറ്റിംഗുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. റിലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാമത്തെ അപ്ഡേറ്റ്, റിലയൻസ് അതിൻ്റെ ലോങ് വെയിറ്റിംഗ് സൗദി അരാംകോ ഡീൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. അതായത് ഫ്രൈഡേയിൽ നടന്ന അനൗൺസ്മെൻറ്റ് പ്രകാരം റിലയൻസിൻ്റെ ചെയർമാനായ മുകേഷ് അംബാനി പറഞ്ഞത് റിലയൻസ് അതിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഉദ്യമത്തിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നുള്ള ന്യൂസാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 2021 ഫെബ്രുവരി മാസത്തിൽ റിലയൻസിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിനെ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും സെപ്പറേറ്റ് എൻറ്റിറ്റിയാക്കി മാറ്റും എന്നുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. ഈ അനൗൺസ്മെൻറ്റ് പ്രകാരം റിലയൻസിൻ്റെ ഫ്യൂൽ മാർക്കറ്റിംഗ്, പെട്രോ കെമിക്കൽ ബിസിനസ് കൂടാതെ ഓയിൽ റിഫൈനിങ്, ഈ 3 ബിസിനസ്സുകളെയാണ് ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിലേക്ക് മാറ്റുന്നത്. ഇതിൻ്റെ പരിശ്രമം റിലയൻസിൻ്റെ ലാസ്റ്റ് Q3 റിസൾട്ട് അനാലിസിസിൽ തന്നെ നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇനി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശപ്രകാരം റിലയൻസിന് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൂടാതെ ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നുമെല്ലാം അപ്രൂവൽ നേടിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് റിലയൻസ് അതിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടറിനെ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും മാറ്റി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കി മാറ്റുന്നതിന് ഇതിനുള്ള അപ്രൂവൽ റിലയൻസ് നേടിയെടുത്തു എന്നുള്ള ന്യൂസാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി റിലയൻസ് അതിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടറിനെ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് മാറ്റുമ്പോൾ റിലയൻസിൻ്റെ ഒരു മേജർ അസറ്റാണ് ഓയിൽ ടു കെമിക്കൽ സെക്ടർ എൻറ്റിറ്റിയിലേക്ക് മാറുന്നത്. അതായത് റിലയൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗുജറാത്തിലെ ജാംനഗറിലുള്ള 2 റിഫൈനറീസ് കൂടാതെ വിവിധ സ്റ്റേറ്റുകളിലുള്ള പെട്രോ കെമിക്കൽ ബിസിനസ് സൈറ്റുകൾ, ഇതുകൂടാതെ ഫ്യൂൽ ബിസിനസ്സിൽ അതായത് ഫ്യൂൽ റീറ്റെയിൽ ബിസിനസ്സിലുള്ള 51% സ്റ്റേക്ക്, ഇവയാണ് റിലയൻസ് അതിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിലേക്ക് മാറ്റുന്നത്. ഇനി ഇത്രയും അസറ്റുകൾ മാറിക്കഴിയുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കയ്യിലുണ്ടാകുന്നത് ഒന്ന് അപ്സ്ട്രീം ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസിംഗ് എക്സ്പ്ലോറേഷൻ ബിസിനസ്സും അതുകൂടാതെ റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ്, അതായത് റിലയൻസിൻ്റെ ടെക്സ്റ്റൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള റീറ്റെയിൽ ബിസിനസ് കൂടാതെ റിലയൻസിൻ്റെ ഡിജിറ്റൽ ബിസിനസ്, ഈ 3 സെക്ടറുകളായിരിക്കും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമാകുന്നത്. ഇനി എന്തുകൊണ്ടാണ് റിലയൻസ് അതിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിനെ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഉത്തരം സൗദി അരാംകോ ഡീൽ തന്നെയാണ്. അതായത് സൗദി അരാംകോ എന്ന കമ്പനിക്ക് റിലയൻസ് എന്ന കമ്പനിയുടെ 20% സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ റിലയൻസ് അതിൻ്റെ ലോങ് ടൈം ഡെപ്റ്റിനെ ഡീലിവറേജ് ചെയ്യുന്നതിന് വേണ്ടി സൗദി അരാംകോയ്ക്ക് അതിൻ്റെ സ്റ്റേക്കുകൾ നൽകാനുള്ള ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ സൗദി അരാംകോ മുന്നോട്ട് വെച്ച ഒരു കണ്ടീഷൻ, റിലയൻസിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിൽ മാത്രമേ സൗദി അരാംകോയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ഓയിൽ ടു കെമിക്കൽ സെക്ടറിൻ്റെ വാല്യുവേഷൻ അൺലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഓയിൽ ടു കെമിക്കൽ സെക്ടറിനെ ബാക്കിയുള്ള ബിസിനസ്സിൽ നിന്നും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കി മാറ്റുക എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിരുന്നു. ഈ കണ്ടീഷൻ ഫുൾഫിൽ ആകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് വരാം. അതായത് വളരെ ഫേമസ് ആയ റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ അക്വിസിഷൻ ഡീൽ, അതിൻ്റെ ഡെഡ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ടൈം ലൈൻ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ അക്വിസിഷൻ ഡീൽ 31 മാർച്ച് 2021 മുൻപേ പൂർത്തിയാകേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ മൂലം ഈ ഡീലിന് 6 മാസത്തെ കൂടി വാലിഡിറ്റി അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ നൽകിയിരിക്കുകയാണ്. പുതിയ ഡേറ്റ്
30 സെപ്റ്റംബർ 2021 മുൻപ് ഈ ഡീൽ പൂർത്തിയാകണം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പ് അക്വിസിഷൻ ഡീൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 29 ആഗസ്റ്റ് 2020 24,713 കോടി രൂപയുടെ ഒരു ഡീൽ റിലയൻസും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പും തമ്മിൽ പ്ലാൻ ചെയ്തത്. ഇത് പ്രകാരം ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ ബിസിനസ്സിനെ റിലയൻസ് അക്വിസിഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്ലാൻ. ഈ പ്ലാനിന് കോമ്പറ്റീഷൻ കൺട്രോളർ ഓഫ് ഇന്ത്യ, സെബി, അതുപോലെ തന്നെ BSI തുടങ്ങിയ പ്രമുഖ റെഗുലേറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. ഈ പ്ലാൻ അല്ലെങ്കിൽ ഈ അക്വിസിഷൻ പ്രോഗ്രാം ഇപ്പോൾ NCLT അതായത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ മുന്നിലാണ്. ലേറ്റസ്റ്റ് സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന് ഈ ഡീലിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നൽകാൻ കഴിയില്ല. കാരണം ഈ ഡീൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിൻ്റെ വിധി പ്രകാരം സുപ്രീം കോർട്ട് ഈ ഡീലിൽ വിത്ത് ഹെൽഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഡീലിൽ വിത്ത് ഹെൽഡ് ആകാനുള്ള കാരണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ US ഇ-കൊമേഴ്സ് സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ ആമസോൺ എന്ന കമ്പനി ഈ ഡീലിന് എഗനിസ്റ്റായിട്ട് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ സെൻറ്ററിനെ അപ്രോച്ച് ചെയ്യുകയുണ്ടായി. ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ സെൻറ്ററിൻ്റെ ടെമ്പററി വിധി പ്രകാരം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ സെൻറ്ററിൻ്റെ ഇൻട്രീം അവാർഡ് പ്രകാരമാണ് ഈ ഡീൽ വിത്ത് ഹെൽഡ് ആയിരിക്കുന്നത്. ഇനി ഫ്യൂച്ചർ ഗ്രൂപ്പിന് എഗനിസ്റ്റായിട്ട് എന്തുകൊണ്ടാണ് ആമസോൺ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിനെ അപ്രോച്ച് ചെയ്തത് എന്നുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ഗ്രൂപ്പിൽ അതായത് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രമുഖ സബ്സിഡറിയായ ഫ്യൂച്ചർ കൂപ്പൺസിൽ 2019 ഓഗസ്റ്റ് മാസത്തിൽ ആമസോൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുബന്ധിച്ചുള്ള ഡീൽ പ്രകാരം ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ ബിസിനസ്സിനെ ആമസോണിൻ്റെ കൺകറൻസ് കൂടാതെ 3 വർഷം മുതൽ 10 വർഷം വരെയുള്ള ടൈം പീരീഡിൽ സെൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ കണ്ടീഷൻ ഫ്യൂച്ചർ ഗ്രൂപ്പ് ബ്രീച്ച് ചെയ്യുകയും ഇതിൻ്റെ ഫലമായിട്ടാണ് ആമസോൺ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തത്. റിലയൻസ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസിയും അതുപോലെ തന്നെ റിസർച്ച് കമ്പനിയുമായ JM ഫിനാൻഷ്യൽ റിലയൻസ് ഇൻഡസ്ട്രീസിന് 2,500 രൂപയുടെ ടാർഗറ്റും അതുപോലെ തന്നെ ബൈ റേറ്റിംഗും ആണ് നൽകിയത്. ഈ ബൈ റേറ്റിംഗും അതുപോലെ തന്നെ 2,500 രൂപയുടെ ടാർഗറ്റും നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം വരും വർഷങ്ങളിൽ എസ്പെഷ്യലി 3 മുതൽ 5 വർഷത്തേക്ക് റിലയൻസിൻ്റെ ഏണിംഗ് പെർ ഷെയറിൽ ഏകദേശം 17% മുതൽ 18% വരെയുള്ള വർധനവ് ഇൻ ടേംസ് ഓഫ് CAGR ആണ് JM ഫിനാൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് റിലയൻസിന് 2,500 രൂപയുടെ ടാർഗറ്റ് നൽകിയത്. ഇനി ഇതിന് ആസ്പദമായിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് റിലയൻസിൻ്റെ ഡിജിറ്റൽ ബിസിനസ്സാണ്. അതായത് റിലയൻസിൻ്റെ ഡിജിറ്റൽ ബിസിനസ് വരുന്ന ക്വാർട്ടറിലും നന്നായി പെർഫോം ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിനുണ്ട്. അതുകൂടാതെ ലേറ്റസ്റ്റ് സ്പെക്ട്രം ഓപ്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് വളരെ അഗ്രസീവായിട്ട് സ്പെക്ട്രം ഓപ്ഷനിൽ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ സ്പെക്ട്രം പർച്ചേസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനർത്ഥം ടെലികോം ഇൻഡസ്ട്രീസിൽ റിലയൻസിന് എയർടെൽ എന്ന കമ്പനിയിൽ നിന്നും ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റവും കൂടുതൽ സ്പെക്ട്രം പർച്ചേസ് ചെയ്തത് വഴി ഇവിടെ ഒരു അപ്പർ എൻഡ് റിലയൻസിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ റിലയൻസിൻ്റെ പുതിയ പ്ലാൻ അനുസരിച്ച് ലോ കോസ്റ്റ് സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ മൊമെൻറ്റം ആഡ് ചെയ്യുന്നതിന് വേണ്ടി റിലയൻസ് ജിയോ പുതിയ ഓഫറുകൾ കൊണ്ടുവരുന്നു. ഈ ന്യൂസുകളെല്ലാം റിലയൻസിൻ്റെ ഡിജിറ്റൽ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യുന്ന ചില ന്യൂസുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ്സിൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ എന്നീ 3 സെഗ്മെൻറ്റുകൾ കൂടി ആഡ് ചെയ്തു. ഇതുവഴി റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ്സിൽ നല്ലൊരു വാല്യൂ ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് JM ഫിനാൻഷ്യലിൻ്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൂടാതെ റിലയൻസിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിലും ഒരു പ്രൈസ് വാല്യുവേഷൻ അല്ലെങ്കിൽ വാല്യുവേഷൻ അപ്ഡേഷൻ കാണുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ COVID-19 പാൻഡമിക്കിൻ്റെ റിക്കവറി സിറ്റുവേഷനിൽ ഓയിൽ പ്രൈസിലുണ്ടായിരിക്കുന്ന സ്റ്റെബിലിറ്റി റിലയൻസിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ ബിസിനസ്സിനെ സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. അതായത് ഓയിൽ പ്രൈസ് ഫിക്സ് ആവുകയാണെങ്കിൽ സൗദി അരാംകോ ഡീൽ സംഭവിക്കുവാനും അതുപോലെ തന്നെ റിലയൻസിൻ്റെ ക്യാപെക്സ് വർദ്ധിക്കാനും ഉള്ളൊരു സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് JM ഫിനാൻഷ്യൽ റിലയൻസിന് 2,500 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. റിലയൻസ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി വീക്ക്ലി ചാർട്ട് അനാലിസിസ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് 2020 ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ റിലയൻസ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് ഹെവി റാലി കാണാൻ സാധിച്ചിരുന്നു. ഈ റാലിക്ക് ശേഷം സ്റ്റോക്ക് അതിൻ്റെ കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാറി. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ കൺസോൾട്ടേഷൻ ഫേസിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇനി സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 2,000 രൂപ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഒരു വാല്യൂ ബൈയിങ് റേഞ്ച് തന്നെയാണ്.
അതുകൂടാതെ സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ സപ്പോർട്ടായിട്ടുള്ള 50 വീക്ക് എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ്, അതായത് ഏകദേശം 1900 രൂപ ഈ സ്റ്റോക്കിൻ്റെ ഒരു ബെസ്റ്റ് ബൈയിങ് റേഞ്ച് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓയിൽ ടു കെമിക്കൽ സെക്ടറും അതുപോലെ തന്നെ സൗദി അരാംകോ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും വരുന്നതോടുകൂടി, അല്ലെങ്കിൽ സൗദി അരാംകോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീൽ ന്യൂസ് വരികയാണെങ്കിൽ റിലയൻസ് എന്ന സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ സ്റ്റോക്കിനെ ബ്രോക്കേഴ്സിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കേപ്പബിൾ ആണെന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. അതായത് എൻ്റെ പല പഴയ വീഡിയോകളിലും നമ്മൾ റിലയൻസിൻ്റെ വാല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലയൻസിൻ്റെ ട്രൂ വാല്യൂഷൻ, അതായത് ഏകദേശം 2500 രൂപയ്ക്ക് ഇടയ്ക്ക് ഉള്ള ട്രൂ വാല്യൂഷൻ ഈ കമ്പനിയിൽ ഉള്ളതുകൊണ്ട് ഈ സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ എത്താനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്